സ്വാഗതം മറ്റൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ വിഷയം ഏറെ വ്യത്യസ്തമായ ഒന്നാണ്. നമ്മൾ പറയാൻ പോകുന്നത് ഒരു സിനിമയിൽ മറ്റൊരു സിനിമയുടെ ഷൂട്ടിംഗ് കാണിക്കുന്നതാണ്. അതായത് മറ്റൊരു സിനിമയുടെ ചിത്രീകരണം നടക്കുന്നതിനിടയിൽ കാണിക്കുന്ന സിനിമാ രംഗങ്ങൾ. ഫിക്ഷൻ ആയിട്ടുള്ള സിനിമാ കഥകളെ കുറിച്ചല്ല നമ്മൾ പറയാൻ പോകുന്നത്, യഥാർത്ഥത്തിലുള്ള സിനിമകളെ കുറിച്ചാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉദയനാണ് താരം സിനിമയിൽ ഉദയനും സംഘവും എടുക്കുന്ന ഒരു സിനിമയുണ്ട്, അന്ന് പെയ്ത മഴയിൽ. അതൊരു ഫിക്ഷൻ സിനിമയാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള സിനിമയില്ല. എന്നാൽ യഥാർത്ഥത്തിലുള്ള ചില സിനിമകൾ മറ്റു സിനിമക്കകത്ത് കാണിച്ചിട്ടുണ്ട്. അത്തരത്തിൽ യഥാർത്ഥ സിനിമകളുടെ ഷൂട്ടിംഗ് രംഗങ്ങൾ കാണിച്ച മറ്റു സിനിമകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് കടക്കാം, അപ്പോൾ കാര്യം മനസ്സിലാകും. 2008 ജൂൺ മാസം റിലീസ് ചെയ്ത ചിത്രമാണ് വൺ വേ ടിക്കറ്റ്. ബിപിൻ പ്രഭാകരൻ സംവിധാനം ചെയ്ത ആ സിനിമയിൽ പൃഥ്വിരാജ് ആയിരുന്നു നായകൻ. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ടാണ് പൃഥ്വിരാജിനെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സിനിമയിൽ മമ്മൂട്ടിയുടെ ഒരു ക്യാമിയോ റോൾ ഉണ്ട്. 100ാം ദിവസം മമ്മൂക്ക വന്നേ പറ്റൂ. ഞാൻ വരുന്ന എന്താ പരിപാടി? ആ സിനിമയിൽ മറ്റൊരു സിനിമയുടെ ഷൂട്ടിംഗ് കാണിക്കുന്നുണ്ട്. 2008 ജൂലൈ മാസം റിലീസ് ചെയ്ത മമ്മൂട്ടിയുടെ മറ്റൊരു സിനിമ, എം പത്മകുമാർ സംവിധാനം ചെയ്ത പരുന്ത് എന്ന സിനിമ. പരുന്ത് സിനിമയുടെ ഷൂട്ടിംഗ് രംഗങ്ങളാണ് വൺ വേ ടിക്കറ്റിൽ കാണിക്കുന്നത്. പരുന്ത് സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ ഒരു സൂപ്പർ സീൻ തന്നെ വൺ വേ ടിക്കറ്റിൽ കാണിക്കുന്നുണ്ട്. പണത്തിന് മേത പരുന്ത് പറക്കൂല, പക്ഷേ പുരുഷു പറക്കും, പറന്നിറങ്ങും. അതാണ് പരുന്ത് പുരുഷോത്തമൻ. പരുന്തിൽ ആ ഒരു മാസ് ഡയലോഗ് മറ്റൊരു രീതിയിൽ വീണ്ടും കാണിക്കുന്നുണ്ട്. ഈ പരുന്ത് പണത്തിന് മീതെ പറക്കും, പറന്നിറങ്ങും. അതാണ് പരുന്ത് പുരുഷോത്തമൻ. പരുന്ത് സിനിമയുടെ ഒരു ടീസറായി വൺ വേ ടിക്കറ്റിൽ കാണിച്ച രംഗങ്ങൾ കണക്കാക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഒരു സിനിമയിൽ മറ്റൊരു യഥാർത്ഥ സിനിമയുടെ ഷൂട്ടിംഗ് കാണിച്ച രംഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്നത്. 1990 ഡെന്നിസ് ജോസഫ് എഴുതി ജോഷി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് നമ്പർ 20 മദ്രാസ് മെയിൽ. ആ ഒരു സിനിമയിൽ മമ്മൂട്ടി ഒരു ക്യാമിയോ റോളിലും വരുന്നുണ്ട്. മമ്മൂട്ടിയായി തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സിനിമയിൽ മമ്മൂട്ടിയുടെ ചില ഷൂട്ടിംഗ് രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കാണിക്കുന്നുണ്ട്. അതിൽ മമ്മൂട്ടിയെ ഒരു പോലീസ് ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത്. ത്യാഗരാജനുമായിട്ടുള്ള മമ്മൂട്ടിയുടെ ഒരു ഫൈറ്റ് രംഗവും കാണിക്കുന്നുണ്ട്. അത് സിനിമക്കകത്തെ ഒരു ഫിക്ഷണൽ സിനിമ ആയിരിക്കാനാണ് സാധ്യത. കാരണം അത്തരത്തിലൊരു സിനിമ പിന്നീട് റിലീസായിട്ടില്ല. എന്നാൽ ആ ഒരു സിനിമയിൽ മറ്റൊരു രംഗത്തിൽ ഇത്തരത്തിലൊരു ഷൂട്ടിംഗ് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം മമ്മൂട്ടിയുടെ ഫേമസ് ആയ ഒരു കഥാപാത്രത്തെയാണ് ആ രംഗത്ത് കാണിക്കുന്നത്. ആ സിനിമയുടെ ഷൂട്ടിംഗ് ഒന്നുമല്ല കാണിക്കുന്നത്. നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ സാമ്രാജ്യത്തിലെ കഥാപാത്രത്തിന്റെ ഒരു ലുക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സാമ്രാജ്യത്തിലെ മെയിൻ വില്ലനായ ക്യാപ്റ്റൻ രാജുവിനെയാണ് നമ്പർ 20 മദ്രാസ് മെയിൽ സിനിമയിൽ കാണിക്കുന്നത്. യഥാർത്ഥ സിനിമയിൽ വേറെ രീതിയിൽ ചിത്രീകരിച്ച അതേ ഒരു രംഗം ഉണ്ട് താൻ. സാമ്രാജ്യം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ലെങ്കിലും സാമ്രാജ്യം സിനിമയുമായി ഏറെ ബന്ധമുള്ള ഒരു രംഗമാണ് നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന സിനിമയിൽ കാണിച്ചത്. ആ സിനിമയിൽ സോമൻ ചെയ്ത കഥാപാത്രം മമ്മൂട്ടിയുടെ ശബ്ദം ഓർക്കുന്ന ചില രംഗങ്ങളുണ്ട്. ആ ശബ്ദം ഇറ്റ് ഈസ് വെരി ഫെമിലിയർ. നിറക്കൂട്ട് പോലെയുള്ള ചില സിനിമകളിലെ രംഗമാണ് കാണിക്കുന്നത്. എന്നാൽ ആ രംഗങ്ങൾക്ക് വേണ്ടിയെല്ലാം മമ്മൂട്ടി വീണ്ടും ഡബ് ചെയ്തതാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. ഭാര്യയും മക്കളെയും കാണണമെങ്കിൽ ഇങ്ങോട്ട് വരുത്തിച്ച് കണ്ടോണം. ഭാര്യയും പിള്ളേരെയും കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുത്തിച്ച് കണ്ടോണം. രണ്ട് സിനിമയിലും ഡബിങ്ങിലുള്ള വ്യത്യാസം വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ശ്യാമ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ചന്ദ്രനോടൊന്നും പറഞ്ഞിട്ടില്ല. യഥാർത്ഥ സിനിമകളിലെ ആ രംഗങ്ങളിലെ മമ്മൂട്ടിയുടെ ശബ്ദവും നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന സിനിമയിൽ കാണിക്കുന്ന രംഗങ്ങളുടെ ശബ്ദവും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അവസരങ്ങൾക്കൊത്ത് അവയെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള വരവും ഈശ്വരൻ സ്ത്രീകൾക്ക് തന്നു. 2006 സന്ധ്യാമോഹൻ കിലുക്കം കിലുക്കം എന്ന സിനിമ റിലീസാക്കുന്നത്. ആ സിനിമയുടെ ആദ്യത്തിൽ ഗുഡ് നൈറ്റ് മോഹനെയും പ്രിയദർശനെയും കാണിക്കുന്നുണ്ട്. 2006 പഞ്ചാബി ഹൗസ് സിനിമയുടെ ഹിന്ദി വേർഷൻ പ്രിയദർശൻ സംവിധാനം ചെയ്യുന്നത്. ആ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചെടുത്ത ചില രംഗങ്ങളാണ് കിലുക്കം കിലുക്കം സിനിമയിൽ കാണിക്കുന്നത്. സിനിമയിലെ ദിൽ വിച്ച് ലഗിയ എന്നൊരു ഗാനരംഗം ഷൂട്ട് ചെയ്യുന്ന രംഗങ്ങളാണ് കിലുക്കം കിലുക്കം സിനിമയിൽ കാണിക്കുന്നത്.
ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് അനശ്വര രാജൻ, ആസിഫ് അലി തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങാൻ പോകുന്ന ചിത്രമാണ് രേഖാചിത്രം. ആ ഒരു സിനിമയിൽ ഒരു പഴയ മലയാള സിനിമയുടെ ഷൂട്ടിംഗ് രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. 1985 മമ്മൂട്ടി ചിത്രമായ കാതോട് കാതോരം എന്ന സിനിമയുടെ ബിഹൈൻഡ് ദ സീൻസ് ആണ് ആ സിനിമയുടെ ടീസറിൽ നാം കണ്ടത്. രേഖാചിത്രം സിനിമയിൽ മമ്മൂട്ടിയുടെ കാതോട് കാതോരം സിനിമയുടെ ലൊക്കേഷനിൽ നടന്ന സംഭവങ്ങൾ കൂടി പറയുന്നുണ്ടെന്ന് വ്യക്തമാണ്. അതിന്റെ ടീസറിൽ നമുക്ക് ഇത്തരത്തിലുള്ള ചില രംഗങ്ങൾ കാണാം. ഇതാ സിനിമയിലെ ഫേമസ് ആയ ഈ ഒരു ഗാനരംഗം ഷൂട്ട് ചെയ്യുന്ന രംഗമാണ്. ആ ഒരു സിനിമയുടെ സംവിധായകൻ ഭരതനായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരതനെയാണ് ഈ രംഗത്ത് കാണിക്കുന്നത്. കാതോട് കാതോരം സിനിമയിൽ പ്രവർത്തിച്ച ജോൺ പോളിനെ പോലെയുള്ള മറ്റു അണിയറ പ്രവർത്തകരെയും സിനിമയിൽ കാണിക്കുന്നുണ്ടായിരിക്കാം. ഇതെല്ലാം തന്നെ ഒരു റീക്രിയേഷൻ മാത്രമാണ്, യഥാർത്ഥ രംഗങ്ങളല്ല. 85 കാലത്തെ മമ്മൂട്ടിയെ ഈ ഒരു പുതിയ സിനിമയിൽ കാണിക്കുമോ ഇല്ലയോ എന്നത് ഒരു സർപ്രൈസ് തന്നെയാണ്. ചിലപ്പോൾ AI ഉപയോഗിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ ഒരു DIG'd വേർഷൻ കാണാനും സാധ്യതയുണ്ട്. കാരണം ഈ അടുത്ത് AI ഉപയോഗിച്ച് മമ്മൂട്ടിയെ റീക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ മമ്മൂട്ടി നൽകിയിരുന്നു. ചിലപ്പോൾ ഈ സിനിമയിലായിരിക്കാം അത് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം വെറും ഊഹങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ എന്താണെന്ന് സിനിമ റിലീസ് ചെയ്യുമ്പോൾ തന്നെ കാണാം. ഇതുപോലെ മലയാള സിനിമയിലെ ഒരുപാട് നടന്മാരുടെയും സംവിധായകരുടെയും ഒക്കെ ജീവിതകഥാ സിനിമയാക്കുമ്പോൾ അവരെടുത്തിരിക്കുന്ന യഥാർത്ഥ സിനിമയുടെ ഷൂട്ടിങ്ങുകൾ കാണിക്കാറുണ്ട്. JC ഡാനിയലിന്റെ ജീവിതം പറയുമ്പോൾ അദ്ദേഹം എടുത്ത വിഗതകുമാരൻ സിനിമയുടെ ഷൂട്ടിംഗ് കാണിക്കുന്നുണ്ട്. ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമയിൽ കലാഭവൻ മണിയുടെ അക്ഷരം, കല്യാണ സൗഗതികം പോലെയുള്ള സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. നായിക എന്ന സിനിമയിൽ പൊന്നാപുരം കോട്ട പോലെയുള്ള ഒരുപാട് സിനിമയുടെ മേക്കിംഗ് രംഗങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവയെല്ലാം തന്നെ റീക്രിയേഷൻസ് മാത്രമാണ്, യഥാർത്ഥ സിനിമ ഷൂട്ടിംഗ് ഒന്നും കാണിക്കുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ മറ്റു സിനിമയുടെ ഷൂട്ടിംഗ് കാണിച്ച സിനിമാ രംഗങ്ങൾ വേറെയുമുണ്ട്. 1983 ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പ്രേം നസീറിനെ കാണാനില്ല. നടൻ പ്രേം നസീറിനെ ഒരു കൂട്ടം യുവാക്കൾ തട്ടിക്കൊണ്ടുപോകുന്ന കഥയാണ് സിനിമയിൽ പറയുന്നത്. 1983 കാലഘട്ടങ്ങളിൽ ചിത്രീകരിക്കുന്ന ഒരുപാട് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഈ സിനിമയുടെ രംഗങ്ങളുണ്ട്. വിജയ് മേനോൻ, ശ്രീനിവാസൻ, മണിയമ്പിള്ള രാജു തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. സിനിമയിൽ മമ്മൂട്ടിയെയും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ചില സിനിമാ ഷൂട്ടിംഗ് രംഗങ്ങൾ ഈ സിനിമയിലും കാണിക്കുന്നുണ്ട്. മമ്മൂട്ടി, മാധവി എന്നിവർ അഭിനയിച്ച് 1984 പുറത്തിറങ്ങിയ ഭദ്രൻ ചിത്രമായിരുന്നു ചെങ്ങാത്തം. ആ സിനിമയുടെ ഷൂട്ടിംഗ് രംഗങ്ങൾ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതൊരു 3-4 വർഷമൊക്കെ കഴിഞ്ഞാലേ അതിനൊരു രസമുള്ളൂ. ഞാൻ ഏറ്റന്നേ അതൊക്കെ ഒരു 3-4 വർഷം കഴിഞ്ഞായാലേ ഒരു രസമുള്ളൂ. ഞാൻ ഏറ്റന്നേ. രണ്ട് സിനിമയിലും ഡബ് ചെയ്തിരിക്കുന്നത് വേറെ രീതിയിലാണ്. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എയർപോർട്ടിൽ പോയി പാർട്ട്ണർ പിക്കപ്പ് ചെയ്യുന്നു, ഹോട്ടലിലാക്കുന്നു, നേരെ വുഡ്ലാൻഡ്സിൽ പോകുന്നു, മസാല ദോശ വാങ്ങുന്നു. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല. എയർപോർട്ടിൽ പോകുന്നു, പാർട്ട്ണർ പിക്കപ്പ് ചെയ്ത് ഹോട്ടലിലാക്കുന്നു, വുഡ്ലാൻഡ്സിൽ പോകുന്നു, മസാല ദോശ വാങ്ങുന്നു. പ്രേം നസീറിനെ കാണാനില്ല എന്ന സിനിമയിൽ ചെങ്ങാത്തം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി ചില രംഗങ്ങൾ എടുക്കുകയായിരുന്നു. മോഹൻലാൽ ആയിരുന്നു ആ ഒരു ഭദ്രൻ സിനിമയിൽ വില്ലനായി അഭിനയിച്ചതും. താൻ എന്താണോ ഭാര്യ ഇങ്ങനെ മുഞ്ഞി വീർപ്പിച്ച് നിൽക്കുന്നേ? പ്രേം നസീറിനെ കാണാനില്ല എന്ന സിനിമയിൽ കാണിച്ച മറ്റൊരു സിനിമയാണ് 1984 റിലീസ് ചെയ്ത മംഗളം നേരുന്നു എന്ന സിനിമ. മോഹൻ സംവിധാനം ചെയ്ത ആ ഒരു സിനിമയിൽ നെടുമുടി വേണു, ശാന്തി കൃഷ്ണ തുടങ്ങിയവരാണ് അഭിനയിച്ചത്. ആ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ചില രംഗങ്ങൾ പ്രേം നസീറിനെ കാണാനില്ല എന്ന സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ വെച്ചു ഡാഡി, ഞാൻ അറേഞ്ച് ചെയ്തോളാം. ശരി, ഇവിടെ വെച്ചോളൂ ഡാഡി, ഞാൻ പിന്നെ അറേഞ്ച് ചെയ്ത് വെച്ചോളാം. ശരി. പ്രേം നസീറിനെ തട്ടിക്കൊണ്ടുപോയ കാര്യത്തിൽ ആ സിനിമയുടെ ലൊക്കേഷനിൽ വന്നുകൊണ്ട് നെടുമുടി വേണുവിനോട് അഭിപ്രായം ചോദിക്കുന്ന ചില രംഗങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത്. PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത് 1984 റിലീസ് ചെയ്ത ചിത്രമാണ് വീണ്ടും ചലിക്കുന്ന ചക്രം. മമ്മൂട്ടി, ശങ്കർ തുടങ്ങിയവരൊക്കെയായിരുന്നു ആ സിനിമയിൽ അഭിനയിച്ചത്. ആ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ രംഗങ്ങൾ പ്രേം നസീറിനെ കാണാനില്ല എന്ന സിനിമയിൽ കാണിക്കുന്നുണ്ട്. എന്റെ ഫുൾ നെയിം മീര ജോസഫ് എന്നാണ്. ജോസഫോ? അവിടെ ചെന്നുകൊണ്ടും പ്രേം നസീറിനെ തട്ടിക്കൊണ്ടുപോയ വിഷയത്തിൽ അഭിപ്രായം ചോദിക്കുന്ന രംഗങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത്. പ്രേം നസീറിനെ കാണാതായ സംഭവം പ്രേം നസീർ എന്ന വ്യക്തിക്കെതിരായോ? മുഴുവനായിട്ടും ഒരു സിനിമാ സെറ്റിൽ നടന്ന കഥയായി അവതരിപ്പിച്ച സിനിമയാണ് ഹണി ബി 2.5. ഷൈജു അന്തിക്കാടായിരുന്നു സിനിമയുടെ സംവിധായകൻ. ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ഹണി ബി. ആ സിനിമയുടെ രണ്ടാം ഭാഗം 2017 റിലീസാകുന്നത്. സിനിമയുടെ പേര് ഹണി ബി 2 സെലിബ്രേഷൻ എന്നായിരുന്നു. ആ ഒരു സിനിമയിൽ അസ്കർ അലിയും ലിജോമോൾ ജോസുമായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. ഹണി ബി 2 സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ
നടക്കുന്ന ഒരു ഫിക്ഷണൽ കഥയാണ് ഹണിബി 2.5 എന്ന സിനിമയിൽ പറയുന്നത്. ലാൽ ജൂനിയർ ആണ് ഹണിബി 2 സെലിബ്രേഷൻ എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത്. പപ്പയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? പപ്പയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ആ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ, അതിന്റെ ബ്രേക്കിനിടയിലാണ് ഷൈജു അന്തിക്കാട് ഹണിബി 2.5 എന്ന സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹണിബി 2 സെലിബ്രേഷൻ എന്ന യഥാർത്ഥ സിനിമയുടെ പല ലൊക്കേഷൻ രംഗങ്ങളും ഷൂട്ടിംഗ് രംഗങ്ങളും 2.5 എന്ന സിനിമയിലും കാണാവുന്നതാണ്. മുഴുവനായിട്ടും ഒരു യഥാർത്ഥ സിനിമാ സെറ്റിൽ നടന്ന കഥ എന്ന രീതിയിൽ അവതരിപ്പിച്ച ചിത്രമാണ് 2.5. റെഡി 1 2 3 ഡീസൻ. രണ്ട് സിനിമയും ലാൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. 2017 മാർച്ചിലാണ് മെയിൻ സിനിമയായ ഹണിബി 2 സെലിബ്രേഷൻ റിലീസാകുന്നത്. ഓഗസ്റ്റിലാണ് 2.5 എന്ന സിനിമയും റിലീസാകുന്നത്. എന്താണ് ഇത്തരത്തിൽ യഥാർത്ഥ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചെടുത്ത സിനിമകളെ കുറിച്ചോ അല്ലെങ്കിൽ യഥാർത്ഥ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ റീക്രിയേറ്റ് ചെയ്ത സിനിമകളെ കുറിച്ചോ നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.